വെൽക്കം ബാക്ക് ടു ഹനീന സ്പൈ പോയിന്റ്. സോ ഈ ഒരു വീഡിയോ 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതായത് നമ്മളുടെ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയിരിക്കുകയാണ് അല്ലേ. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറി, നമ്മളുടെ പുതിയ ക്ലാസ്, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആകെ പ്രശ്നമായിട്ട് ഇരിക്കുകയായിരിക്കും. കൂടുതൽ വീഡിയോസ് ഒന്നും നോക്കാനുണ്ടാവില്ല നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണെന്ന് വെച്ചാൽ ഓരോ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററും പഠിച്ചെടുക്കാൻ പോവാണ്. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 1ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മളുടെ കോണുകൾ അല്ലെങ്കിൽ ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരുപാടൊന്നും പഠിക്കാനില്ല കേട്ടോ. ഇതിൽ ആദ്യം ഇവർ പറയുന്നത് എന്താണ് ഒരു കോണ് എന്നുള്ളതാണ്. അതായത് കോണ് എന്ന് പറയുന്നത് സിമ്പിൾ കാര്യ. 2 ലൈൻസ് ഉണ്ട് നമ്മളെ കയ്യിൽ. 2 ലൈൻസ് ഉണ്ട്. എത്ര? 2 ലൈൻസ്. ഇവിടെ ഒരു ലൈൻ ഉണ്ട്, മറ്റൊരു ലൈനും ഉണ്ട്. ഇവന്മാർ രണ്ടാളും എന്തായി? അങ്ങ് കൂട്ടിമുട്ടി. അങ്ങനെ കൂട്ടിമുട്ടുമ്പം ഈ കോർണറിൽ ഉണ്ടാവുന്ന ഈ ഭാഗല്ലേ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിള് അല്ലെങ്കിൽ എന്ത് പറയും? കോണ് എന്ന് പറയുന്നത്. എന്താണ്? ഇവനാണ് നമ്മളുടെ ആംഗിള് അല്ലെങ്കിൽ കോണ് എന്ന് പറയുന്നത്. ഈ ആംഗിൾ എങ്ങനെയാ മെഷർ ചെയ്യുക? നമുക്കറിയാം, നമുക്ക് ഒരു ലൈന് നമ്മളെ കയ്യിലുണ്ട്, വലിയൊരു ലൈൻ ഉണ്ട്. നമ്മളെ കയ്യിൽ വലിയൊരു ലൈൻ ഉണ്ട്. ഈ ലൈൻ എങ്ങനെയാ നമ്മൾ മെഷർ ചെയ്യല്? നമ്മൾ എങ്ങനെയാ ഇത് അളക്കല്? സ്കെയില് വെച്ചിട്ടാണ് അല്ലേ നമ്മൾ അളക്കല്. പക്ഷെ നമ്മളെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത്? നമ്മളെ കയ്യിലുള്ളത് ഇങ്ങനെ ഒരു വളഞ്ഞിട്ടുള്ള ആള് അല്ലെ. ആംഗിൾ ഇതാ വളഞ്ഞിട്ടുള്ള ഈ ഭാഗമാണ് അളക്കേണ്ടത്. നമ്മൾ എങ്ങനെയാ അളക്കുക? ഇത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ദിവൻ. നിങ്ങളുടെ കയ്യിൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒന്നും ഇല്ലെങ്കിൽ ഓടിപ്പോയിട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുത്ത് വരണം കേട്ടോ. ഇൻസ്ട്രുമെന്റ് ബോക്സ് വേണം നമുക്കിത് പഠിക്കാൻ. ഇതാണ് നമ്മളുടെ പ്രൊട്രാക്ടർ. നമ്മൾ വേണമെങ്കിൽ പ്രൊക്കു എന്ന് വിളിക്കും. ഇവൻ നമ്മളെ പ്രൊക്കു ആയിക്കോട്ടെ. പ്രൊട്രാക്ടർ അല്ലെങ്കിൽ കോൺ മാബിനി എന്നൊക്കെയാണ് ഇതിന് പറയാം. നമ്മൾ ഇതിനെ പ്രൊക്കു എന്ന് വിളിക്കുകയാണെ. പ്രൊക്കു. ഓക്കെ, ഈ പ്രൊക്കു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മളുടെ കോണുകളെ, ആംഗിൾസ് അളക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. ഇവിടെ നോക്ക്, ഈ ഒരു ആംഗിൾ മിസ്സിനെ അളക്കണം. എന്ത് വേണം? നമ്മളുടെ പ്രൊക്കൂനെ വേണം അല്ലെ. പ്രൊക്കൂനെ എങ്ങനെയാ വെക്കുക എന്നറിയോ? ഇത് നോക്ക്, ഇതിന്റെ പ്രൊക്കൂന്റെ ഇവിടെ ഒരു കോർണറില്ലേ, ഒരു ജംഗ്ഷൻ പോലത്തെ ഭാഗം, ഒരു ജംഗ്ഷൻ എന്താ നോക്ക്, രണ്ടും കൂടി ചേരുന്ന ഭാഗത്ത് ഇതാ ഇങ്ങനെ ഒരു ജംഗ്ഷൻ മക്കൾ കാണുന്നില്ലേ? നിങ്ങളുടെ പ്രൊട്രാക്ടർ എടുത്ത് നോക്കുക കേട്ടോ. അപ്പൊ നമ്മളുടെ പ്രൊക്കൂന് എന്തുണ്ട്? ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷൻ എന്ത് ചെയ്യുക? ആ ജംഗ്ഷൻ എടുത്തിട്ട് ഇവിടെ ഈ കോർണറിൽ ഇവിടെ അങ്ങ് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ മുകളിൽ കൂടെയുള്ള ഈ ലൈനില്ലേ ആ ലൈന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ ഏതെങ്കിലും ഒരു ലൈനിൽ മുട്ടിച്ച് വെക്കുന്നു. അപ്പൊ ഞാൻ നോക്ക്, താഴത്തെ ഈ ലൈനിൽ ഇതിനെ മുട്ടിച്ച് വെച്ചു. ഓക്കെ, ഇതിനെ മുട്ടിച്ച് വെച്ചു. സിമ്പിൾ, മുട്ടിച്ച് വെച്ചു. ഇനി എന്താ നോക്കണ്ട? ഇനി നമുക്ക് അളക്കണം. എങ്ങനെയാ നോക്കുക? ഇവിടെ നിന്നാണ് കേട്ടോ, നമ്മൾ ഏതിലാണോ നമ്മൾ ഈ ഒരു പ്രൊക്കൂനെ മുട്ടിച്ച് വെച്ചത്, നമ്മൾ ഏതിലാണോ ഇതിന്റെ അവസാന താഴത്തെ ലൈന് വെച്ചത്, അവിടെ നിന്നാണ് നമ്മൾ അളന്നു തുടങ്ങുക. അതായത് ഇവിടെ നിന്നാണ് നമ്മൾ അളന്നു തുടങ്ങുക. ഇവിടെ നിന്ന് ഇങ്ങനെ അളക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ നിന്ന് അളക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കും, ഇവിടെ 0, 10, 20 അങ്ങനെ താഴത്തൂടെ ഒരു അളവുകളുണ്ട്. മുകളിലൂടെ 180, 170, 160, 140 അങ്ങനെ അളവുകളുണ്ട്. അതിൽ ഏതാ മിസ്സേ ഞങ്ങൾ അളവ് എന്ന് അല്ലെ? ഈ വരക്ക് നേരെയുള്ളത് നോക്കുകയാണെങ്കിൽ ഇവിടെ 50 ഉണ്ട്, അതുപോലെ 130 ഡിഗ്രി ഉണ്ട്. അപ്പൊ ഈ കോണ് 50 ഡിഗ്രി എന്നാണോ ഞാൻ പറയാ, 130 ഡിഗ്രി എന്നാണോ ഞാൻ പറയാന്ന് ഒരു സംശയം ഉണ്ടാവും. ഇതെങ്ങനെയാണെന്നറിയോ? നോക്ക്, ഇവിടെ നിന്നാണ് അല്ലേ നമ്മൾ അളന്നു തുടങ്ങുന്നത്. അളക്ക എപ്പോഴും എന്തെന്നായിരുന്നു? 0 നിന്നല്ലേ നമ്മൾ അളക്കുക. എന്തും തുടങ്ങുമ്പം നമ്മൾ പറയല്ലേ 0 നിന്ന് തുടങ്ങണം അല്ലെ. എന്ത് തുടങ്ങുകയാണെങ്കിലും 0 നിന്ന് തുടങ്ങണം. അതുപോലെ ഇവിടെ അളക്കുകയാണെങ്കിലും എന്താണ്? 0 നിന്ന് അളക്കണം. അപ്പൊ ഇവിടെ 180 നിന്ന് തുടങ്ങുന്ന ഒരു അളവുണ്ട്, 0 നിന്ന് തുടങ്ങുന്ന അളവുണ്ട്. അപ്പൊ നമ്മൾ ഏതാ നോക്കണ്ടേ? 0 നിന്ന് തുടങ്ങുന്ന അളവാ നോക്കണ്ടേ? 0, 10, 20, 30, 40, 50 ആണ്. അപ്പൊ ഇതെത്രയാണ്? 50 ഡിഗ്രിയാണ് ഇവൻ എന്ന് പറയുന്നത്. സിമ്പിൾ. ഇതുപോലെ മിസ് വേറൊരു ആംഗിൾ വരയ്ക്കട്ടെ. നോക്ക്, ഇങ്ങനെ ഒരു ആംഗിൾ അങ്ങോട്ട് വരച്ചു. വലിയ ആംഗിളാ. നമുക്ക് ഇത്ര അളക്കണം. നമുക്ക് ഇത്ര അളക്കാനുണ്ട്. നമ്മൾ ആരെടുക്കും? നമ്മളുടെ പ്രൊക്കൂനെ തന്നെ വിളിക്കും. എവിടെ നമ്മളെ പ്രൊക്കു ഇടക്കിടക്ക് പോയിക്കാളും. നമ്മൾ എന്താ ചെയ്യുക? ഈ കോർണറിൽ നമ്മളുടെ പ്രൊക്കൂന്റെ കോർണർ കൊണ്ടുപോയി വെക്കൂ അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ 2 ലൈൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ലൈൻസിൽ എന്ത് ചെയ്യും? നമ്മളുടെ താഴത്തെ ഈ ലൈന് മുട്ടിച്ച് വെക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെന്ത് ചെയ്യുന്നു? ഒരു ലൈൻ ഇതുമ്മൽ മുട്ടിച്ച് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ട് വെച്ചു. ഇനി നോക്ക്, ഇവിടുന്ന് 0 മുതൽ തുടങ്ങുന്ന അളവുകളുണ്ട്, 180 മുതൽ തുടങ്ങുന്ന അളവുകളുണ്ട്. എന്തെന്നാ തുടങ്ങേണ്ട? 0 നിന്നാണ് അല്ലെ നമ്മൾ തുടങ്ങുക. അങ്ങനെയെങ്കിൽ 0 നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, 0, 10, 20, 30, 40, 50, 90 എത്തി. 90 കഴിഞ്ഞിട്ട് നമുക്ക് നോക്ക്, 5ാമത്തെ വരയിലാണ് ഈ ലൈന് കിടക്കുന്നത്. 90 കഴിഞ്ഞിട്ട് 5ാമത്തെ വര എന്ന് പറഞ്ഞാൽ 95 അല്ലെ. 91, 92, 93, 94, 95. 95ലാണ് ഇവനുള്ളത് അല്ലെ. 95ലാണ് ഇവനുള്ളത്. അതായത് എത്രയാണ്? 95 ഡിഗ്രിയാണ്.
ഓക്കെ, 95 ഡിഗ്രിയാണ്. പ്രശ്നമില്ലല്ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ കോണുകൾ നിങ്ങൾ തന്നെ വരച്ചു നോക്കുക. കുറേ ആംഗിൾസ്, പല പല മോഡലിലുള്ള ആംഗിൾസ് നിങ്ങൾ തന്നെ വരച്ചു നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊക്കെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ഇവർ പറയുന്നത് ഈ ആംഗിൾ വരച്ചിട്ട് മെഷർ ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ചു. ഇനി ഒരു മെഷർ തന്നാൽ എങ്ങനെയാ ആംഗിൾ വരയ്ക്കുക എന്നുള്ളതാ. അതായത് നിങ്ങളോട് പറഞ്ഞു 50 ഡിഗ്രിയുള്ള ആംഗിൾ വരയ്ക്കൂ, 110 ഡിഗ്രിയുള്ള ആംഗിൾ വരയ്ക്കൂ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ആംഗിൾ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് ഇനി ഇവർ പറയുന്നത്. ഇങ്ങനെയായിരിക്കും വരയ്ക്കുക. സിമ്പിളാണ് കാര്യം. നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, 50 ഡിഗ്രി ഉള്ളതാണ് മിസ് ആദ്യം വരയ്ക്കാൻ പോകുന്നത്. എന്ത് ചെയ്തു, ആദ്യം ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു. ഒന്നും നോക്കിയില്ല, ഒരൊറ്റ ലൈൻ അങ്ങോട്ട് വരച്ചു. ഇനി അടുത്തത്, ഇനിയാണ് ഇവിടെ നിന്നിട്ട് 50 ഡിഗ്രിയാണ് നമ്മൾ നോക്കുന്നത്. ഈ ലൈന് കുറച്ച് നീളം കൂടുതലാണ്, ഞാൻ കുറച്ച് ചെറുതാക്കി. യെസ്, ഇവിടുന്ന് എത്ര വേണം, നമുക്ക് 50 ഡിഗ്രിയാണ് വേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രൊക്കില്ലേ, നമ്മുടെ പ്രൊക്കുവാണ് ഇവിടുത്തെ സ്റ്റാർ, നമ്മുടെ പ്രൊക്കു എടുക്കുന്നു. പ്രൊക്കു എടുത്തിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതിലുള്ള ഏതെങ്കിലും, ഇവിടെ 2 എൻഡ് ഉണ്ട് അല്ലേ, 2 എൻഡ് ഉണ്ട്. ഇവിടെ ഒരു എൻഡ് ഉണ്ട്, ഇവിടെ ഒരു എൻഡ് ഉണ്ട് ഇല്ലേ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു എൻഡിൽ ഇതിന്റെ കോർണറില്ലേ, നമ്മൾ ഈ കോർണർ ജംഗ്ഷന്, ആ ജംഗ്ഷൻ ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ലൈനില്ലേ താഴത്തൂടെ പോകുന്ന ലൈന്, ഇതിൽ നമ്മൾ വരച്ച ലൈനിൽ തട്ടിയും വെക്കണം. ഓക്കെ, ഇങ്ങനെ വെക്കുന്നു. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എത്രയാണ് വേണ്ടത്, 50 ഡിഗ്രിയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ 0 മുതൽ നോക്കുക കേട്ടോ. 0 മുതൽ നോക്കുകയാണെങ്കിൽ 0, 10, 20, 30, 40, 50, അതായത് ഇവിടെ വരെയാണ് അല്ലെ, ഇവിടെ വരെയാണ്, ഇതുവരെയാണ്, ഈ വരെയാണ് 50 ഡിഗ്രീന്റെ വര. അപ്പൊ നമുക്ക് ആ 50 ഡിഗ്രീന്റെ വരയിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇനി നമുക്കൊരു സ്കെയിലും കൂടെ വേണേ. സ്കെയിൽ വെച്ചിട്ട് ഈ കോർണർ, ഈ എൻഡ് പോയിന്റിൽ നിന്നും ഈ 50 ഡിഗ്രിയിൽ കൂടെ കടന്നു പോകുന്ന ഒരൊറ്റ ലൈനൂടെ വരയ്ക്കുക. ഇതായിരിക്കും എന്ത്, 50 ഡിഗ്രി കോണ്. സിമ്പിൾ. ഇനി അടുത്തത് നമുക്ക് എന്ത് വേണം, 110 ഡിഗ്രി കോണ് വേണം അല്ലെ. 110 ഡിഗ്രി കോണ് വേണം. എന്താ ചെയ്യുക, നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്യുന്നു, ഒരൊറ്റ ലൈൻ ആദ്യം എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കലാണ് നമ്മുടെ പരിപാടി. ആദ്യം ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു. ഓക്കെ, ഒരു പ്രശ്നമില്ലല്ലോ, ഒരു ലൈൻ വരയ്ക്കാൻ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു വെച്ചേ. ഇനി അടുത്ത എന്താണ് ചെയ്യേണ്ടത്, കളർ കാണുന്നില്ല ഇവിടെ. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ പ്രൊക്കൂൻ എടുക്കണം അല്ലെ. നമ്മളുടെ പ്രൊക്കൂൻ അതാ ഇങ്ങനെ കൊണ്ടുവന്നു. ഇതെന്തൊക്കെ വന്നത്, അതാരാ, ഇവൻ വന്നു. ഓക്കെ, പ്രൊക്കൂൻ എങ്ങനെ കൊണ്ടുവന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിന്റെ കോർണറിൽ വെക്കുന്നു. ഇതിന്റെ താഴത്തെ ഭാഗം എന്ത് ചെയ്യുന്നു, താഴത്തെ ഭാഗം ഈ ലൈനിൽ തട്ടി വെക്കണം. ഇനി എന്താണ് വേണ്ടത്, ഇവിടെ നോക്ക്, 0, 10, 20, 30, 40, 0 മുതലേ എണ്ണി തുടങ്ങാവേ. 0, 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110. ഇവിടെ വരെയുള്ള എന്താ വരയ്ക്കേണ്ടത്, ഇവിടെ കൂടെ കടന്നു പോകുന്ന ഒരു ലൈന്, അതായത് ഈ എൻഡിൽ നിന്നും, ഈ എൻഡിൽ നിന്നല്ലേ നമ്മൾ അളന്നു തുടങ്ങിയത്, ആ അളന്നു തുടങ്ങിയ എൻഡിൽ നിന്നും നമ്മൾ നോക്ക്, ഇതുപോലെ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കുന്നു. യെസ്, ഇവനാണ് ആര്, 110 ഡിഗ്രി. ഓക്കെ, സിമ്പിൾ അല്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ കുറച്ച് ഹോംവർക്ക് തരാം. അതായത് 35 ഡിഗ്രി, 150 ഡിഗ്രി, 90 ഡിഗ്രി. ഇത് നിങ്ങളൊന്ന് വരച്ചു നോക്ക്, ഇതൊന്ന് വരച്ചു നോക്ക്. അതുപോലെ ഒരു കാര്യം കൂടി നിങ്ങൾ കമന്റ് ചെയ്യണം. എന്താന്ന് വെച്ചാൽ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെറ്റ് സ്ക്വയർ എടുത്തു. ഈ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ താഴെ കൂടെയും മുകളിലൂടെ ഇതിന്റെ ഈ ഭാഗത്തൂടെയും വരച്ചു. ഓക്കെ, ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു. ഇത് ആംഗിൾ അല്ലേ, 2 ലൈൻസ് കൂടി ചേർന്നാൽ ആംഗിളാ. ഈ ആംഗിൾ എങ്ങനെയാണുള്ളത്, ഈ ആംഗിൾ ഇങ്ങനെയാണുള്ളത്, കുത്തനെയാണുള്ളത്. ഈ കുത്തനെയുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ലംബം എന്ന് പറയുന്നത്, റൈറ്റ് ആംഗിൾ, ലംബം എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ കുത്തനെയുള്ള ആംഗിൾ ആണ്. ആ കുത്തനെയുള്ള ആംഗിളിനെ എങ്ങനെയാ സൂചിപ്പിക്കുക, ഇങ്ങനെ നോക്ക്, ഇങ്ങനെ ചതുരം വെച്ചിട്ടാണ് ഈ കുത്തനെയുള്ള ആംഗിളിനെ സൂചിപ്പിക്കുക. ഓക്കെ, കുത്തനെയുള്ള ആംഗിളിനെ സൂചിപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഈ ചതുരം വെച്ചിട്ടുള്ള ഈ കുത്തനെയുള്ള ആംഗിൾ എത്രയായിരിക്കും എന്നുള്ളത് മക്കളൊന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരേക്കും ബൈ.